deliver a speech on the inspiring life and legacy of Saint Euphrasia. മാന്യ സദസ്സിന് എൻ്റെ വന്ദനം. സ്വർഗരാജ്ഞിയുടെ സാന്ത്വനങ്ങളേറ്റ് ആ മാതൃത്വത്തിൻ്റെ മധു നുകർന്ന് മൗനത്തിൻ്റെ മനനത്തിൻ്റെ മന്ത്രങ്ങളുരുവിട്ട് ആവൃത്തിക്കകത്തും പുറത്തും അനേകായിരങ്ങളിലേക്ക് വിശുദ്ധിയുടെ പരിമളം വീശുന്ന അമ്മ വിശുദ്ധേവുപ്രാസ്യ ആത്മമണവാളനോട് അജയ്യമായ സമർപ്പണവും അപരനിലേക്കൊഴുകുന്ന നിസ്വാർത്ഥ സ്നേഹവും ദൈവമക്കളിലേക്ക് പകരുന്ന അചഞ്ചലമായ വാത്സല്യവും കൊണ്ട് അലങ്കൃതയായ വിശുദ്ധേവുപ്രാസ്യ അമ്മയാണ് എൻ്റെ അമ്മ. എല്ലാ ഹൃദയങ്ങളെയും സ്നേഹം കൊണ്ടും വിവേകം കൊണ്ടും കീഴ്പ്പെടുത്തുന്ന വികാരമാണ് അമ്മ. 1877 ഒക്ടോബർ 17 എലുവത്തിങ്കൽ ചേർപ്പുകാരൻ തറവാട്ടിൽ കുഞ്ഞു റോസയായി ജന്മമെടുത്ത അന്നു മുതൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പരിലാളനമേറ്റ് അവൾ വളർന്നു. 9-ാം വയസ്സു മുതൽ മാലാഖമാരുടെ രാജ്ഞി നവവൃന്ദം മാലാഖമാരെ കുറിച്ച് പഠിപ്പിക്കാനും ദൈവവിളി കണ്ടെത്തി കന്യാത്വം ദൈവത്തിന് സമർപ്പിക്കാനും ആരോഗ്യസ്ഥിതി മോശമായപ്പോൾ തിരുകുടുംബ ദർശനം നൽകി സൗഖ്യം പ്രാപിക്കാനും സഹായിച്ചു. തീർച്ചയായും സ്വർഗീയ അമ്മയുടെ സ്വന്തം മകളായ എവുപ്രാസ്യയിൽ ആ അമ്മയുടെ ഗുണഗണങ്ങൾ പ്രതിഫലിക്കില്ലേ? വിശുദ്ധ ചാവറപിതാവ് സ്ഥാപിച്ച ഭാരതത്തിലെ ആദ്യത്തെ കർമ്മലീത്ത സന്യാസിനി സമൂഹത്തിൻ്റെ ആദ്യ ഭവനമായ കൂനമാവ് മഠത്തിലെ പരിശീലനത്തിനൊടുവിൽ 1898 ജനുവരി 10 സഭാവസ്ത്ര സ്വീകരണവും 1900 മെയ് 24 വ്രതവാഗ്ദാനവും അനുഷ്ഠിച്ച് ആ കർമ്മല പുഷ്പം ഒല്ലൂരിൻ്റെ വിശുദ്ധ സൂനമായി മാറി. സ്വന്തം അമ്മയിൽ നിന്ന് പൈതൃകമായി കിട്ടിയ സ്നേഹത്തിൻ്റെ, ഭക്തിയുടെ, സേവനത്തിൻ്റെ ചൈതന്യം, മനുഷ്യത്വത്തിൻ്റെ ആ സുന്ദര ഭാവം എവുപ്രാസ്യമ്മയുടെ തനതായ ശൈലിയിൽ ഇഴുകിച്ചേർന്നിരുന്നു. പണത്തിൽ കുറഞ്ഞാലും പുണ്യത്തിൽ കുറയരുത് എന്നമ്മ ഓർമ്മിപ്പിക്കുമ്പോൾ അമ്മയുടെ ധാർമ്മിക ബോധവും സമ്പത്തിനോടുള്ള നിർമ്മമതയും വ്യക്തമാവുകയാണ്. ഗുരുനാഥയെ എവുപ്രാസ്യമ്മ നവസന്യാസിനിമാരെ കർമ്മലിത്ത സന്യാസ ചൈതന്യം ഒരിക്കലും മങ്ങിപ്പോകാതിരിക്കാൻ നന്നായി ഒരുക്കിയിരുന്നു. ആർദ്രതയും അനുകമ്പയും മറ്റുള്ളവരെ അനുരഞ്ജനത്തിലേക്കും മാനസാന്തരത്തിലേക്കും കൊണ്ടുവരാൻ സാധിക്കുന്ന ശക്തമായ ദൈവാശ്രയവും ദൈവവിശ്വാസവും അമ്മയ്ക്ക് സ്വന്തമായിരുന്നു. 1913 ഏപ്രിൽ മാസത്തിൽ ഒല്ലൂർ മഠത്തിൻ്റെ അതിഥിയായി എവുപ്രാസ്യമ്മ നിയമിക്കപ്പെട്ടു. സ്ഥാനമാനങ്ങൾ ഒരു രക്തസാക്ഷിത്വം തന്നെയായിരുന്നു അമ്മയ്ക്ക്. പക്ഷെ ദൈവഹിതം അതിനെ മറികടക്കാനോ ചോദ്യം ചെയ്യാനോ എന്തിന് മറുത്ത് ചിന്തിക്കാൻ പോലുമോ ആകാത്ത തിരുഹൃദയത്തിൻ്റെ സ്നേഹിതയായിരുന്നു അവൾ. ശിശുക്കൾ എൻ്റെ അടുക്കൽ വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത് എന്ന തിരുവചനം പോലെ എവുപ്രാസ്യമ്മയ്ക്ക് കുട്ടികളോടുള്ള സ്നേഹവും വാത്സല്യവും കരുതലും ഒന്ന് വേറെ തന്നെയാണ്. ഈശോയുടെ അരുമ മണവാട്ടിക്ക് അവരോട് ആർദ്രത തോന്നിയതിൽ അത്ഭുതപ്പെടാൻ എന്തിരിക്കുന്നു? സക്രാരിയുടെ കാവൽക്കാരിയായ എവുപ്രാസ്യമ്മയുടെ പ്രാർത്ഥന അവർക്ക് അത്ര വിശ്വാസമാണ്. കുട്ടികളുടെ പ്രാർത്ഥനയിലുള്ള വിശ്വാസം ഉറപ്പിച്ചെടുക്കാൻ എവുപ്രാസ്യമ്മ തൻ്റെ ദിവ്യ മണവാളനോട് പറയും, കണ്ടില്ലേ ആ കുട്ടികളുടെ വിശ്വാസം, അതിനെ നിരാശപ്പെടുത്തരുത് കേട്ടോ. ആവശ്യ സമയങ്ങളിൽ കുട്ടികളിൽ നിന്ന് സഹായം സ്വീകരിക്കാൻ അമ്മയും മടി കാണിക്കാറില്ല. ആരെന്ത് സഹായം ചെയ്തു കൊടുത്താലും അത് സ്വീകരിക്കുന്ന നിമിഷം അമ്മയുടെ നാവിൽ നിന്ന് നന്ദി വാക്കുകൾ ഉതിർന്നു വീഴും. മരിച്ചാലും മറക്കില്ലാട്ടോ. വലതു കൈയിലുരുളുന്ന ജപമാലയിലൂടെ അരൂപയുടെ കയ്യൊപ്പ് ചാർത്തിയ സന്യാസ സമർപ്പണത്തിൻ്റെ സാക്ഷ്യമായ അമ്മ മരിച്ചാലും മറക്കാത്ത തൻ്റെ വാഗ്ദാനം അനുസ്യൂതം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. ആ നല്ല അമ്മയെപ്പോലെ വിശുദ്ധിയുടെ വെൺപ്രഭ നമ്മുടെ ജീവിത രംഗങ്ങളിൽ എന്നും ചൊരിയാൻ നമുക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി. ജയ് ക്രൈസ്റ്റ്.